ധനി ഈ നൃശംസത എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. സംഭവം ഗാസയിൽ നടക്കുന്ന മനുഷ്യ സംഘർഷങ്ങളും മനുഷ്യകുരുതിയും ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ടുള്ള സംഗതികളൊക്കെയാണ്. സംഭവം സെൻറ്റി പോസ്റ്റാണ് കവി ഉദ്ദേശിച്ചത്. പക്ഷേ ഈ നൃശംസയുടെ പേരിൽ പിണറായി ഇപ്പോൾ എയറിലാണ്. സംഭവം നൃശംസത എന്നാൽ ഉദ്ദേശിച്ച ക്രൂരത, പരോപപീഡനം, മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നൊക്കെയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവൻ വായിച്ചാലേ ഈ നൃശംസത എന്താണെന്ന് കാര്യം വ്യക്തമാവുള്ളൂ. ഹൃദയഭേദകമായ വാർത്തകളാണ് ഗാസയിൽ നിന്ന് നമ്മെ തേടിയെത്തുന്നത്. അടിയന്തര സഹായങ്ങൾ എത്തിച്ചില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 14,000-ലധികം കുഞ്ഞുങ്ങൾ മരണപ്പെടുമെന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം ഭക്ഷണവും മരുന്നുകളും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളില്ലാതെ അവർ ദുരിതം അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം 2,000-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 2 ദിവസം മാത്രം 200-ലധികം പേർ മരണപ്പെട്ടു. ഈ ക്രൂരതയ്ക്ക് വിരാമമിടാൻ ഫലസ്തീൻ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് അന്ത്യം കുറിക്കാൻ മാനവികത കൈമോശം വരാത്ത മനുഷ്യരാകെ ഒരുമിച്ച് സ്വരമുയർത്തണം. ആക്രമണം അവസാനിപ്പിക്കാനും ഫലസ്തീൻ ജനതയുടെ ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ ലോകം ഒന്നിക്കണം. ഇനി ശ്രദ്ധിച്ചോണേ, ഈ നൃശംസത ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ. ഈ ഫുള്ള് ടെക്സ്റ്റ് ഇത്രയും എനിക്ക് തോന്നുന്നു ഈ നൃശംസത കണ്ട് പിന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഓടിത്തള്ളിയെന്ന് തോന്നുന്നു. എന്തോ വലിയ ബോംബാണെന്ന് തോന്നുന്നു കേരളത്തിൽ നിന്ന് പിണറായി വിട്ടിരിക്കുന്നത്. അത് ഇസ്രായേലിൽ വീഴുന്ന തീരുവോന്നും പറഞ്ഞ് ജൂതന്മാരെല്ലാം ഓടിത്തള്ളിയെന്നാണ് കേൾക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം സംസ്കൃത പണ്ഡിതനായി നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം MA ബേബി ട്രംപിനെ കുറിച്ചൊരു പ്രസ്താവന ഇതേപോലെ നടത്തിയിരുന്നു. അത് ട്രംപിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് പാർട്ടി നിലപാടെടുക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം നൃശംസത കയറി അങ്ങ് കൊളുത്തിയേക്കുന്നത്. അതെ, ഇതിന് താഴെ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ, അതാണ് രസം. അതിൽ ആരിഫ് ഹുസൈനാണ് ആദ്യം ഒരു കമന്റ് ഇട്ടേക്കുന്നത്. ഉണ്ടയാണ് താങ്കൾ ഇവിടെ ചെയ്ത മാതിരി ഗാസൻ ജനതയ്ക്കുള്ള ഭക്ഷണം അടിച്ചു മാറ്റി ഹമാസോളികൾ സ്വന്തക്കാർക്ക് മാത്രം വിതരണം ചെയ്യുകയും ബാക്കി മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന പണി ഇസ്രായേൽ കയ്യോടെ പിടികൂടി പൂട്ടിച്ചു. ഇനി സ്വന്തമായ വിതരണം നടത്തും, ഹമാസിനെ ഒഴിവാക്കും. UN ഈ വിഷയത്തിൽ അമ്പയെ പരാജയപ്പെട്ടു എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ആ ബന്ദികളെപ്പോലും വിട്ടയക്കാൻ ആവശ്യപ്പെടാൻ ആംബിയറില്ല. ഈ വസ്തുതയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കാക്കാന്മാരെയും അന്തം കമ്മികളെയും പറ്റിക്കുന്ന പരിപാടി ഇനി വേവില്ല. അൽഫഹാം വേവില്ല. അൽഫാം ആണോ അത്? ഈ ഇന്റർനെറ്റ് ഇല്ലാതെ ഇരുന്നു എങ്കിൽ ഈ കമ്മി സുഡാപ്പി മൊണ്ണകളുടെ നുണകളെല്ലാം വിശ്വസിച്ചേനെ. കമ്മി സുഡാപ്പി തനി തരികിടകളെല്ലാം എന്തൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ. അല്ല, ഞാൻ 2-3 വായിക്കാൻ രസകരമായിട്ട് തോന്നിയത്, സഖാവു ബേബിയോട് അടിയന്തരമായി നെതന്യാഹുവിനെ വിളിക്കാൻ പറയണം. അനീഷ് CK എന്നൊരാൾ കമന്റ് ചെയ്തേക്കാണ്. പിന്നെ ഒരാൾ കമന്റ് ചെയ്തേക്കുന്നു, തുർക്കിക്ക് കൊടുത്ത പോലെ 10 കോടി ഫലസ്തീനും കൊടുക്കണ്ടേ ആശാനെ. അതെ, നിതിൻ വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടേക്കുന്നത് DYFI ഇറങ്ങണം. DYFIയെ പോലെ മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങുന്ന സംഘടന വേറെ ഏതുണ്ട്? അത് കഴിഞ്ഞ് തുർക്കിയെ സഹായിച്ചിട്ട് മതിയായില്ലേ? തുർക്കിയെ സഹായിച്ചതുപോലെ ആകും മിച്ചർ ഈ ഗാസ പ്രൊപ്പഗണ്ട ഒക്കെ മൈൻഡ് ചെയ്യുന്നത് നിർത്തിയാൽ തന്നെ പാർട്ടി എന്നേ രക്ഷപ്പെടും. ഇതിലും കഷ്ടമാണ് കേരളത്തിൽ നമ്മുടെ അവസ്ഥ. ഇങ്ങോട്ട് കൂടി നോക്ക് സഹാവേ. ഒക്ടോബർ 7, 2023 വീഡിയോ കിടപ്പുണ്ട് യൂട്യൂബിൽ, ഒന്ന് കാണുന്നത് നന്നായിരിക്കും. മതഭ്രാന്തന്മാർ കാട്ടിക്കൂട്ടിയ തന്തയില്ലായ്മത്തരം. ചോദിച്ചു വാങ്ങിയ അടിയാണ് ഹമാസ്. മര്യാദയ്ക്ക് ബന്ദികളെ മോചിപ്പിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. ആർജവമുള്ള ഒരു നേതാവുമില്ല അങ്ങേപോലെ തുറന്നു പറയാൻ. പലസ്തീൻകാരല്ല, ഹമാസ് തീവ്രവാദികളാണ് കൊല്ലപ്പെടുന്നത്. ഇന്ത്യയുടെ ശത്രുക്കളോട് മാത്രമേ കാരുണ്യമുള്ളൂ. മുഖ്യമന്ത്രിയോടാണ്. എത്ര കോടി കടമുണ്ടെന്നാണ് പറഞ്ഞ കേരളത്തിന്? കുടുംബക്കാർക്ക് വേണ്ടി ഒരു ബക്കറ്റ് പിരിവ് നടത്തുവോ? നൃശംസതയോ? എന്നിട്ടൊരു ഇതും കൂടെ, എന്നിട്ട് ആ പിടിച്ചുകൊണ്ട് പോയ ആളുകൾക്ക് വേദന ഒന്നും ഇല്ലല്ലോ സാറേ, ഉണ്ടായിരുന്നെങ്കിൽ അവിടെ DC ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു സഹാവേ. എന്തൊരു മനുഷ്യ സ്നേഹി, എത്ര പേരെ വെട്ടിക്കൊന്നവർ, TP പോലെ എത്ര എണ്ണം, എന്നിട്ടാണോ തള്ളിനൊരു കുറവുമില്ല നിലപാട് എന്നൊക്കെ പറഞ്ഞ് നൃശംസത എന്നൊക്കെ പിണറായി പോസ്റ്റ് ഇടണമെങ്കിൽ പ്രഭാവർമ്മയായിരിക്കും എഴുതി കൊടുത്തത്. എനിക്ക് തോന്നുന്നു മറ്റേ MV ജയരാജൻ
ജഡ്ജിക്കെതിരെ ശുംഭൻ പരാമർശം നടന്ന ഓർമ്മയുണ്ട്. ഉണ്ട്. അത് കോടതിയൊക്കെ അതെ അതെ അതെ, പ്രകാശം പരത്തുന്നവനെന്നായിരുന്നു അതിന് കൊടുത്ത അർത്ഥം. അതിനുശേഷം നൃശംസത ഇനി കയറി അങ്ങ് കൊടുത്തു എന്ന് തോന്നുന്നു. ഓരോ പുതിയ വാക്കുകൾ. ശരിയായിരിക്കും. ഈ പ്രഭാവർമ്മ വലിയ പണ്ഡിതനല്ലേ, എഴുത്തൊക്കെ എഴുതുന്ന, അല്ല ഈ കഥാരചനയൊക്കെ എഴുതുന്ന വലിയ പണ്ഡിതനല്ലേ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വാക്കുകൾ എഴുതി കൊടുത്തപ്പോൾ ഈ പാവം അറിഞ്ഞുപോലും കാണില്ല. കാരണം ഇദ്ദേഹത്തിന് ഈ നൃശംസത എന്നൊക്കെ എഴുതി വെച്ച് വായിക്കുന്ന മനുഷ്യൻ എന്ത് ഈ വാക്കുകളെ കുറിച്ച് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഹമാസിന് വേണ്ടി ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സംസാരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, ഇവരെന്തുകൊണ്ടാണ് ഇസ്രായേലിലെ അവിടെയും ഇല്ലേ ജനങ്ങള്? നമ്മൾ ബാധിക്കുമ്പോൾ രണ്ട് ഭാഗങ്ങൾക്കും വേണ്ടി ബാധിക്കണ്ടേ? അല്ല, രസകരമായ സംഗതി, ഇവിടെ നിന്ന് കുറച്ച് കർഷകരെ അവിടെ ശാസ്ത്രീയ കൃഷി രീതിയൊക്കെ പഠിപ്പിക്കാൻ പോയല്ലോ. അവർക്ക് ഇസ്രായേലിനെ കുറിച്ച് നല്ല മതിപ്പായിരുന്നു. അവരിൽ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പോലും കൂട്ടാക്കിയില്ലായിരുന്നു. എന്തായാലും ചില കാര്യങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഓരോന്ന് ഇട്ട് തന്നാൽ നമുക്ക് ഈ ചെറുതായിട്ടെങ്കിലും നമുക്കിപ്പം നൃശംസത ഇനി നമുക്കും പറയാമല്ലോ, ദ്രോഹം നീ കൂടുതൽ നൃശംസത എന്നോട് കാണിക്കണ്ട എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ കണ്ണ് തള്ളി നിൽക്കും. അതിനിടയ്ക്ക് നമുക്ക് രക്ഷപ്പെടാനെങ്കിൽ രക്ഷപ്പെടാം എന്നുള്ളതാണ്. പുതിയ പുതിയ വാക്കുകളൊക്കെ വരട്ടെ. ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, വലിയ താമസമില്ലാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അപ്പോൾ കുറച്ച് ഫലസ്തീൻ സ്നേഹം ഉണ്ടാകുന്നതിൽ തെറ്റില്ലായിരിക്കും. ഇല്ല, ഫലസ്തീൻകാരെ സ്നേഹിച്ചാലല്ലേ കുറച്ച് വോട്ട് കിട്ടുള്ളൂ. ഫലസ്തീൻ ജനത പറയുന്നത് ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പിന്നെ ഇസ്രായേലിന്റെ കാരുണ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം ചേരാമെന്ന് അവർ പറയുന്നു. ഇവിടെ സമ്മതിക്കൂല. ഇവിടുത്തെ പിന്നെ എന്താ പറയുക, സഹാക്കന്മാരും കോൺഗ്രസ്സുകാരും ഒന്നും സമ്മതിക്കൂല. നിങ്ങൾ അങ്ങനെ തന്നെ നിന്ന് ദുരിതം കൊള്ളണം, നിങ്ങൾ ഹമാസിന്റെ പിടിയിൽ നിന്ന് ഒരിക്കലും പോകരുത്, പോയാൽ അത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ വോട്ട് പിടിക്കാൻ പറ്റില്ല. എന്നാൽ അവിടുത്തെ ഹമാസിനെയും ഫലസ്തീനെയും വെച്ചാണ് ഇവിടെ വോട്ട് പിടിക്കുന്നത്. ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ റാലി നടത്തുന്നു. ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ റാലി നടത്തുന്നു. അതിന്റെ നേതാക്കളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. അവരുടെ പടങ്ങൾ ഓട്ടോറിക്ഷയിൽ വെച്ചുകൊണ്ട് ഇവിടെ പിന്നെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കേരളമായതുകൊണ്ട്, ഇന്ത്യ ആയതുകൊണ്ട് ഇതൊക്കെ നടക്കും. വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ഇതുപോലെ തീവ്രവാദ സംഘടനയ്ക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയാൽ ഈ പറയുന്നവന്റെ എല്ലാം തല തെറിക്കില്ലേ, പോവില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ഫലസ്തീൻ സ്നേഹവും ഹമാസ് സ്നേഹവും ഒക്കെ കാണിക്കുക, അത് 4 വോട്ടിന് വേണ്ടിയിട്ട്. 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരെന്നുള്ളതാണ്. പക്ഷേ കരയുന്ന മനുഷ്യന്റെ കണ്ണുനീര് കാണാൻ ഇവർക്ക് ഗാസയിലെ ജനങ്ങൾക്കും നീതി വേണം, ഇസ്രായേലിലെ ജനങ്ങൾക്ക് നീതി വേണം, പലസ്തീനിലെ ജനങ്ങൾക്ക് നീതി വേണം. അവിടെ നീതി നൽകാതെ ഇരിക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ്. ഇവന്മാരെയൊക്കെ അടിച്ചോട്ടിച്ചിട്ട് ഗാസയ്ക്കും സ്വാതന്ത്ര്യം കൊടുക്കണം, പലസ്തീനും സ്വാതന്ത്ര്യം കൊടുക്കണം, ഇസ്രായേലിന് സമാധാനത്തോടെ ജീവിക്കണം. ഒരു കാലവും സമാധാനമില്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ. കാരണം എപ്പോഴും അവരെ ജൂതന്മാരെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരും പോകുന്നവരും ഒക്കെ അവരെ കയറി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം വേണം. ഗാസയിലെ ജനങ്ങൾക്കും വേണം ഒരു ശാശ്വത പരിഹാരം. പിടിച്ചുകൊണ്ടുപോയ ബന്ദികളുടെയൊക്കെ അവസ്ഥ, ഈ ഹമാസ് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ഈ ഒരാളുടെ ഒരു പിന്നെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത്, വിശന്ന് തളർന്നിരിക്കുമ്പോൾ ഇവർക്ക് ആഹാരം കൊടുക്കും. ആഹാരം എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടല്ലോ, 1-2 മാസമായ കുഞ്ഞുങ്ങളെ, അവരെ കൊന്നിട്ട് അവരുടെ ശരീരം മുറിച്ച് എണ്ണയിലിട്ട് വെച്ച് ഇതാക്കിയിട്ട് പകുതി വെന്ത ആഹാരമാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന്. അത് ആദ്യം മനസ്സിലായില്ല എന്ന്, പിന്നീടാണ് ഇവർക്കത് മനസ്സിലായതെന്ന്. അപ്പൊ അത്രയും ക്രൂരത കാണിക്കുന്ന ഇവന്മാർക്കിടയിലേക്കാണ് ഈ ഹൃദയഭേദകമായ നൃശംസതയൊക്കെ വരുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നത്.